ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു. പക്ഷേ ബൈബിളിലോ ഹിസ്റ്ററിയിലോ അതിന് യാതൊരു വിധമായ തെളിവുകളും ഇല്ല. എല്ലാ പ്രമുഖരായ വ്യക്തികളുടെയും ജന്മദിനം എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട്. മരണദിനം എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ക്രിസ്തു മതം ഉണ്ടാക്കി വെച്ച ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തീയതിയാണ് ഡിസംബർ 25 എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് ക്രിസ്തുമസ് ആഘോഷിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ആഘോഷത്തിനകത്ത് പങ്കുചേരാനാണ്, നിങ്ങളുടെ സന്തോഷത്തിനകത്ത് പങ്കുചേരാനാണ്. ഇനിയുള്ള തലമുറ, നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ സത്യം അറിയുകയും സത്യം മനസ്സിലാക്കുകയും ആ സത്യത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ് സത്യം എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് ഈ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എസ്പെഷ്യലി പള്ളികളിലും പള്ളികളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പുൽക്കൂട് കാണും, അല്ലേ? കാലിത്തൊഴുത്തെന്നാണ് പറയുന്നത്. കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത്. പക്ഷെ ബൈബിളിൽ ഒരിടത്തും യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചതായിട്ട് പറയുന്നില്ല. എവിടെ ജനിച്ചെന്ന് പോലും പറയുന്നില്ല. അപ്പോൾ എവിടെയോ ജനിച്ച യേശുവിനെ കിടത്താനായി അവൻ പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോൾ അവിടുത്തെ വഴിയമ്പലങ്ങളോ സത്രങ്ങളിലോ ഒന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് എവിടെ കൊണ്ട് കിടത്തി? സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു തൊഴുത്തിൽ ഒന്ന് വിശ്രമിക്കാനായിട്ട് അവിടെ കൊണ്ട് കിടത്തിയെന്ന് മാത്രമേ ആര് പറയുന്നുള്ളൂ? ബൈബിൾ പറയുന്നുള്ളൂ. അല്ലാതെ യേശു ജനിച്ചത് എവിടെയല്ല? കാലിത്തൊഴുത്തിലല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ആ പുൽത്തൊഴുത്തിനകത്ത് അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്തിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ആട്ടിടയന്മാര്, ആട്, പശു, ഒട്ടകം, 3 വൈസ്മനെ വെക്കും, അല്ലേ? 3 വിദ്വാൻമാർ. യേശുവിനെ കാണാൻ എത്ര വിദ്വാൻമാരാ വന്നേ? 3 പേര്. 3 പേര് വന്നു എന്ന് ബൈബിൾ പറയുന്നില്ല. എത്ര വിദ്വാൻമാർ വന്നു എന്നുള്ളത് ബൈബിൾ പറയുന്നില്ല. പിന്നെ എങ്ങനെ ഈ 3 എന്ന് പറയുന്ന നിഗമനത്തിലേക്ക് വന്നു? ഈ വൈസ്മാൻ അല്ലെങ്കിൽ വിദ്വാൻമാർ യേശുവിനെ വന്ന് കണ്ടത് എവിടെ വെച്ചാ? എവിടെയാ വന്ന് കണ്ടത്? കാലിത്തൊഴുത്തിലല്ല. ഈ വിദ്വാൻമാർ യേശുവിനെ വന്ന് കണ്ടത് അത് കഴിഞ്ഞ് യേശു മുതിർന്നതിന് ശേഷം, ബാലനായ ശേഷം അവർ താമസിച്ചിരുന്ന ഭവനത്തിൽ വന്നാണ് ഈ വിദ്വാൻമാർ യേശുവിനെ കണ്ട് ഈ കാഴ്ച വസ്തുക്കളെല്ലാം സമർപ്പിച്ചത്. അല്ലാതെ എവിടെ വന്നിട്ടല്ല? കാലിത്തൊഴുത്തിൽ വന്നിട്ടല്ല. അപ്പോൾ നമ്മൾ വെക്കുന്ന പുൽക്കൂടിനകത്ത് ഈ വിദ്വാൻമാരെ കൊണ്ട് വെക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചു കൊണ്ട് വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ബൈബിളിന് വിരുദ്ധമായ കുറേ കള്ളങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇനി കള്ളങ്ങളെ പുറകെ പോകണോ? ബൈബിൾ പറയുന്നത് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമാണ്. പക്ഷേ ബൈബിൾ പറയാത്തൊരു കാര്യത്തിലേക്ക് നമ്മുടെ അനുഷ്ഠാനങ്ങൾ മാറുമ്പോൾ അത് സത്യത്തിന് വിപരീതമായി മാറും.